ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്തമാനം സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണ്. എനിക്ക് ജലദോഷം പിടിച്ചിട്ട് ആകെ പണി അയക്കണ്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ എന്തോ പോലെ ഉണ്ടാവും. എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താളി. അപ്പം ഞാൻ ഇന്ന് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് വലിയ ലഞ്ചൊന്നുമില്ല. രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇസാൻക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഒന്നായിട്ട് ചോറ് വെച്ചു. ഞാൻ ചിലപ്പോൾ നേരത്തെ എണീക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്നായിട്ട് ചോറ് വെക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ടൈം ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഓനക്ക് വേണ്ടി മാത്രം നേരെ വൈകൊക്കെ എണീക്കുകയാണെങ്കിൽ ഓനക്ക് വേണ്ടി മാത്രം വേഗം കുക്കറിൽ വെക്കും. പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഉള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചക്ക് കടുക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞാൻ കടുക്ക ആദ്യം ഞാൻ ഫ്രൈ ആക്കാൻ പൊരിക്കാമെന്നാണ് വിചാരിച്ചത്. എന്നുവെച്ചാൽ പിന്നെ മോരുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു, പിന്നെ ഉപ്പേരിയും. പിന്നെ ഞാൻ നോക്കിയപ്പം തൈര് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മോരുകറി ഉണ്ടാക്കണ്ട, ഇത് ഫ്രൈ ആക്കാമെന്ന്. ഫ്രൈ അല്ല, ഒരു റോസ്റ്റ് പോലെ, നല്ല ഡ്രൈ റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു റോസ്റ്റ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി അങ്ങനെ കുറേ ടൈമൊന്നും വേണ്ട. കുറേ ടൈം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സാധനം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല വരട്ടിയെടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യം കടുക്കലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരുംജീരകം, പിന്നെ കടുക്കൻ്റെ ആ ഒരു വേവിച്ച വെള്ളം ഉണ്ടാവില്ലേ, അതൊന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു. ബാക്കി വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടു എനിക്ക് വൈകുന്നേരം ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ മസാല തേച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഞാനൊരു പാനിലേക്ക് ജസ്റ്റ് ഓയിലൊന്നും ഒഴിക്കാതെ പാന് ചൂടായ പാടെ ഈ ഒരു കടുക്ക ഡയറക്റ്റ് ഇട്ടു. പിന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ ഒരു കടുക്കൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വെള്ളം. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഉള്ളി ഇട്ടിട്ടോ. ഉള്ളി ഇട്ടിട്ട് ഇത് ഉള്ളിയും കടുക്കും ഒരുമിച്ചാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. എങ്ങനെ നല്ല ഉള്ളിയും ഈ കടുക്കൊക്കെ ഒരുമിച്ചിട്ടിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് റോസ്റ്റ് ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളങ്ങനെ ട്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ആക്കി നോക്കി. ഞാൻ ഇതേപോലെ തന്നെ ചെമ്മീനും ചെയ്യലുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിക്കണ് തോന്നുന്നുണ്ട്, ചെമ്മീൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക്, 1-2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. തക്കാളി ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട, ഇതിങ്ങനെ തന്നെ ചേർക്കുക. എന്നിട്ട് അതിൽ ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഡ്രൈ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഡ്രൈ ആക്കിയത് ഈ ഒരു കളറാക്കാം കേട്ടോ. ഈ ഒരു കളറാക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പേരിയും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പയർ ഉപ്പേരിയും ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ ഒരു ഓംലെറ്റും കൂടി അടിക്കാൻ വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ഓംലെറ്റ് അടിക്കണോ വേണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ ഓക്കെ എന്തായാലും ഒരു ഓംലെറ്റ് അങ്ങോട്ട് അടിക്കാം, കാരണം ജമാൻക്കൊക്കെ ഇവിടെ ഓംലെറ്റ് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് പറയുന്നത് ചോറും പിന്നെ ഈ ഒരു കടുക്ക റോസ്റ്റും ഓംലെറ്റും പിന്നെ പയറുപ്പേരിയും. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പം ഇത് തിരിച്ചിടുമ്പം ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കിത് ഇങ്ങനെ തിരിച്ചിടാൻ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ആ പൊട്ടാതെ ആ മറിച്ചിട്ടിട്ട് ആ 2 സൈഡ് മുരിച്ചെടുക്കുമ്പോഴല്ലേ ഓംലെറ്റ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവാം. എനിക്കിങ്ങനെ ഈ മുറിഞ്ഞ് കിടക്കണ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പൊറുതിക്കേട് എടുക്കും. ഇതിപ്പോൾ എന്തോ അധികം ഡാമേജ് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പേരിയും ഓംലെറ്റും പിന്നെ റോസ്റ്റും ഒക്കെ കൂടിയിട്ട് ഒരു ലഞ്ച്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞാനിങ്ങനെ കിടക്കാം കേട്ടോ. അപ്പോഴുള്ള എസൻ്റെയും ജമാൻ്റെയും പണിയാണിത്. ആ വത്തൊക്കെ എടുത്തിട്ട് ഫുള്ള് ടേബിൾമേലും മാറ്റിലും ഒക്കെ ആക്കിയിട്ട് കളിക്കാനും ഇവർ രണ്ടാളും. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ എൻ്റെ ജമാ കരച്ചിൽ തുടങ്ങും. അതുകൊണ്ട് പിന്നെ ഓന് കളിക്കണത് കളിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ.
അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ് ഇസാന് സ്കൂളൊക്കെ ഇട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേനു ആ ഒരു കടുക്കൻ്റെ വെള്ളം മാറ്റി വെച്ചിരിക്കണ എന്നുള്ളത്. ആ ഒരു കടുക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ചെറുതാവുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ ചെയ്യലുണ്ടേനു. ഈ കടുക്ക ഒക്കെ കിട്ടുന്ന സമയത്ത് കുറച്ച് വെള്ളം മാറ്റി വെക്കും വൈകുന്നേരം ഈ ഒരു കടുക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കടുക്കപ്പം എന്ന് പറയുന്നത് നമ്മൾ പൊക്കുവടയില്ലേ, ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ പൊക്കുവടയിലേക്ക് നോർമൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ ഒരു കടുക്ക വേവിച്ച് ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ആ നല്ല ടേസ്റ്റ് ആട്ടോ. ആ കടുക്കനെ നല്ല ഫ്ലേവർ ഉണ്ടാവും. കടുക്കൊന്നും ഇടൂല, ആ ഒരു വെള്ളത്തിലാണ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കടുക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ആ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു വെള്ളത്തിന് പാകമായിട്ടുള്ള മൈദ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഉള്ളി വളരെ കുറച്ചേ ഇവിടെ ഇടുന്നുള്ളൂ. കാരണം എൻ്റെ ഇസാൻക്ക് ഈ ഉള്ളി ഉള്ളത് ഇഷ്ടമല്ല, ഇസാൻക്കും ഹെസക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഓർക്കും കൂടി കഴിക്കാൻ പാകത്തിന് ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി നല്ല ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഓൾറെഡി ആ ഒരു കടുക്കൻ്റെ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ അല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല ചൂട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും നല്ല ചൂടോടെ കഴിക്കാൻ നമ്മൾ നോർമൽ പൊക്കുവട ഉണ്ടല്ലോ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പം. ഈ ഒരു കടുക്കൻ്റെ ആ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കടുക്കൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആക്കി നോക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി നോക്കണം. അപ്പോൾ ഞാനത് നല്ല ഫസ്റ്റ് ഞാൻ ഒന്നിട്ടിട്ട് പൊരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അതും എന്താ പറയുക, ഉപ്പുണ്ടോ ഇല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഓയിൽ ചൂടായിട്ടില്ലേനും. പിന്നെ ഞാനതങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് എന്തായാലും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് അതിൽ കുറവേനും. പിന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് വല്ലാത്ത നൊസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു കടുക്കപ്പം കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ചെറുപ്പത്തിലൊക്കെയാണ് കഴിച്ചത്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടേ ഇല്ല. കുറേ മുന്നേ ഒക്കെ ഞാൻ 10th പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ലാസ്റ്റ് കഴിച്ചത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചതായിട്ട് എനിക്ക് വലിയ ഓർമ്മയില്ല. ഈ അടുത്ത കാലത്ത് എരുന്തിൻ്റെ വെള്ളം കൊണ്ട് ഉണ്ടാക്കിക്കണേനും എരുന്തും വേവിച്ച വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എരുന്തും വേവിച്ച വെള്ളത്തിലുണ്ടാക്കും, കടുക്കും വേവിച്ച വെള്ളത്തിലുണ്ടാക്കും. കടുക്ക വേവിച്ച വെള്ളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ നാളുകൾ കൂടി കഴിച്ചതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് പോലെ തോന്നി. പിന്നെ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഈ കടുക്കൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം ഇങ്ങനെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആക്കി നോക്കണം കേട്ടോ. അങ്ങനെ ആ കടുക്കപ്പം മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കോഫിയും കൂടി ഉണ്ടാക്കിട്ടോ. അങ്ങനെ കഴിച്ച സമയത്ത് ഭയങ്കര ടേസ്റ്റ് തോന്നി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.